നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ ജ്യോതിഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നക്ഷത്രങ്ങളുടെയും അതേപോലെ ഗ്രഹങ്ങളുടെയും ചലനങ്ങളെയും സ്ഥാനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളെയും ഭാവി കാര്യങ്ങളെയും പ്രവചിക്കുന്നത്. അങ്ങനെയുള്ള വളരെയേറെ പുരാതനമായ ഈ ഒരു ജ്യോതിഷ സമ്പ്രദായം വളരെ പ്രാധാന്യം നൽകിയാണ് ഓരോ കാര്യങ്ങളെയും മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഭാവി അറിയാൻ ഓരോ മനുഷ്യർക്കും ജ്യോതിഷം ഒരു വഴികാട്ടിയായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 27 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ഒരു ജ്യോതിഷ സമൂഹത്തിൽ ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിയിലേക്കും നക്ഷത്രങ്ങളിലേക്കും മാറ്റങ്ങൾ നടത്താറുള്ളതിൻ്റെ ഇതിനെ നമുക്ക് ഒരു സംക്രമണം എന്നാണ് ഈ ഒരു പ്രക്രിയയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹസംക്രമണം എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ബാധിക്കും. ഇതിനെ മറികടക്കുവാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒളിഞ്ഞു മാറി ഇരിക്കുവാനോ ഒന്നും ആർക്കും സാധിക്കുകയില്ല. എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലും ഈ ഗ്രഹസംക്രമണത്തിൻ്റെതായ ഗുണഫലങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത ഫലങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരും. അത് വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോ മനുഷ്യരെയും സ്വാധീനിക്കുക എന്നത് മാത്രം. പക്ഷേ എല്ലാവർക്കും ഇതിലൂടെ കടന്നു പോകേണ്ടി വരും. ആ ഏറ്റക്കുറച്ചിലുകളിൽ അതായത് കിട്ടുന്ന ദോഷങ്ങളിൽ കുറവുണ്ടാകുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരഭജനമാണ്. ഇവിടെ ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ പോവുകയാണ്. അതായത് 3 രാശിക്കാരുടെ ജീവിതത്തിൽ. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രതികൂലമായ ഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായും വരും. എങ്കിലും അതിനും പരിഹാരങ്ങളുണ്ട്. ആരും പ്രയാസപ്പെടേണ്ടതായ യാതൊരു കാരണവും കാര്യവും കാണുന്നതുമില്ല. നമുക്കറിയാം, നീതിദേവനാണ് ചൊവ്വ. അതേപോലെ ഒരു നിഴൽ ഗ്രഹമായ ചന്ദ്രനും പുതുവർഷം 2026 ഒരേ രാശിയിലാണ് എത്താൻ പോകുന്നത്. അതിന്റെ ഫലമായി ജനുവരി 16 ചൊവ്വ മകരം രാശിയിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ മകരം രാശിയിലേക്ക് ചൊവ്വ പ്രവേശിക്കുകയും ജനുവരി 18 ചന്ദ്രൻ കൂടി ഈ ഒരു രാശിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയിൽ മകരം രാശിയിൽ ചൊവ്വ ചന്ദ്ര സംയോഗമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചൊവ്വ ചന്ദ്ര സംയോഗത്തിന്റെ ഫലമായി ഒരു രാജയോഗം തന്നെ രൂപം കൊള്ളുന്നു. അത് വെറും രാജയോഗമല്ല, മഹാലക്ഷ്മി രാജയോഗമാണ് ഈ 2 ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം കാരണമാകാൻ പോകുന്നത്. ഇത് എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. എങ്കിലും 3 രാശിക്കാർക്കായിരിക്കും ഇത് ഗുണകരമായ കൂടുതൽ ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഫലമായി ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു ചാകര അല്ലെങ്കിൽ ഒരു പെയ്ത്ത് തന്നെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ആ ഭാഗ്യശാലികളായ 3 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതാണ്. അശ്വതി, ഭരണി, കാർത്തിക. മേടം രാശിക്കാരായ ആളുകൾക്ക് ചൊവ്വ ചന്ദ്രൻ ഈ 2 ഗ്രഹങ്ങളുടെ സംയോഗം ജനുവരി 16, 18 തീയതി നടക്കുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന മഹാലക്ഷ്മി രാജയോഗം അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ജാതകത്തിലെ നിങ്ങളുടെ കർമ്മഭാവത്തിലാണ് ഈ ഒരു രാജയോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച എല്ലാവിധ പ്രതിസന്ധികളും നിങ്ങളെ വിട്ട് അകന്നുപോകും. തൊഴിലിടങ്ങളിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വേതനം കിട്ടാതെ തടസ്സപ്പെട്ടിരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉത്തമമായ ഒരു ജോലി തന്നെ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ മാറി തൊഴിലുമായി ബന്ധപ്പെട്ട, കാരണം കർമ്മഭാവം തെളിയുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. അതേപോലെ മേടം രാശിക്കാർ ബിസിനസ്സിലോട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും 16, 18 ആ ഒരു തീയതിക്ക് ശേഷമുള്ള സമയം ഈ 2 ഗ്രഹങ്ങളുടെ ഈ സംയോഗം നിമിത്തം, അതായത് ഈ ഒരുമിക്കുന്ന ഈ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന ഒരു പുരോഗതി നിങ്ങൾക്ക് ദൃശ്യമാകാം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ബിസിനസ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുഗ്രഹമാണ് വന്നുചേരാനായി പോകുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട്, കാരണം കർമ്മഭാവത്തിലാണ് ഈ ഒരു യോഗം നിങ്ങൾക്ക് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് സ്ഥാനക്കയറ്റത്തിനും അതായത് പ്രൊമോഷൻ വരുമ്പോൾ എന്തായാലും ശമ്പള വർധനവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ വലിയൊരു ലാഭം നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ്
പുതുവർഷത്തിൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ മേടം രാശിക്കാരായ ആളുകൾക്ക് ഇവിടെ മഹാലക്ഷ്മി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യ സമയത്തെയാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതുവർഷം പിറക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യാശയും ഭാഗ്യവും നിങ്ങൾ കാത്തിരുന്നത് പോലെ ജീവിത ഗുണാനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയം വേണ്ട. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്കും ചൊവ്വ ചന്ദ്ര സംയോഗം വഴി മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത് വളരെ ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അപ്പോൾ ഈ വൃശ്ചികം രാശിയുടെ 9ാം ഭാവത്തിൽ ഈ ഒരു രാജയോഗം രൂപപ്പെടുന്നതിനാൽ തന്നെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറി ഭാഗ്യം വേണ്ടുവോളം അനുഭവിക്കുവാനുള്ള ഒരു യോഗം. നമ്മൾ പറയാറുണ്ട്, അധ്വാനിക്കാറുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ യോഗമില്ല എന്ന്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അധ്വാനിക്കുവാനും അത് അനുഭവിക്കുവാനും ഉള്ള ഒരു യോഗം തുടങ്ങുന്ന സമയമാണ്. ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇതുവരെ എടുത്തിട്ട് 5 പൈസ പോലും അടിച്ചില്ല എന്നുള്ള നിങ്ങളുടെ പരാതി മാറുമെന്നത് സംശയം വേണ്ട. നല്ല ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു തുക കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കോളൂ. പക്ഷെ ഒരു അംശം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദരിദ്രരായ ആളുകൾക്കോ നൽകുന്നത് ഉത്തമമായിരിക്കും. ഒരു സംഭാവന പോലെ നൽകുന്നതൊക്കെ ഉത്തമമായിരിക്കും. ക്ഷേത്രത്തിലും എന്തെങ്കിലും കാണിക്കയായി അതിൽ നിന്ന് സമർപ്പിക്കാനും ശ്രമിക്കണം. കാരണം എന്തെന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നെത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിനോടുള്ള നന്ദി സൂചകമായി, അതായത് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം ചില ആളുകൾ കാണിക്കാറുണ്ട്. അതായത് ദൈവത്തിനോട് ആവശ്യങ്ങൾ പറയാറുണ്ട്, പക്ഷെ ആവശ്യങ്ങൾ നിറവേറി കഴിയുമ്പോൾ ആ നേർച്ച അങ്ങ് മറക്കും. അത് പിന്നീട് ദോഷമായി വരും. ആ ദോഷം ചെറിയ ചെറിയ തോതിലുള്ള ദോഷങ്ങളാകും. പിന്നീട് സന്തതി പരമ്പരകൾക്ക് വലിയ വലിയ ദോഷങ്ങൾ വരുമ്പോൾ പിന്നെ വിശദമായി പ്രശ്നം വെപ്പിലൂടെ ആയിരിക്കും അറിയുന്നത് എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ പെൻഡിങ്ങായി കിടക്കുന്നു എന്ന്. അപ്പോൾ ആ വിധ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ക്ഷേത്രങ്ങളിലും നടത്തേണ്ടതായ വഴിപാടുകളൊക്കെ സമർപ്പിക്കാൻ അതിനകത്തൊരു വൈമുഖ്യം അല്ലെങ്കിൽ ഒരു മടി കാണിക്കാതിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ലോട്ടറിയിൽ നിന്ന് നല്ലൊരു മാറ്റം, ഒരു വരുമാനം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നു. ഒരു ബമ്പർ സമ്മാനം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ധാരാളം പൊന്നും പണവും ഒക്കെ നിങ്ങളെ തേടി എത്തുമെന്നാണ്. അപ്പോൾ സ്വർണ്ണങ്ങൾ വാങ്ങാനുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, സ്വർണ്ണത്തിന് റോക്കറ്റ് പോലെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോക്കറ്റ് പോകുന്ന വേഗത്തിലാണ് സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം ധനം ഉണ്ടാകണം. അപ്പോൾ ലോട്ടറിയിൽ നിന്ന് നല്ല ഒരു വരുമാനം കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അത് കൃത്യമായി വിനിയോഗിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. മകരം രാശിയിലെ ചൊവ്വ ചന്ദ്ര സംയോഗം വഴി മഹാലക്ഷ്മി രാജയോഗം തെളിയുന്ന അടുത്ത രാശി ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും സമ്പത്തിന്റെ ഭാവത്തിലാണ് രാജയോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ അളവറ്റ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പൂർവിക സ്വത്തുക്കൾ എത്തിച്ചേരാൻ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ സഹോദരങ്ങളായാലും തരാതിരിക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാതിരിക്കുകയോ കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പലവിധ സ്വത്തുവകകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കേസ് മാറി നിങ്ങളിൽ എത്തിച്ചേരും. പണം പല വഴികളിൽ കയ്യിലെത്തുമെന്നതാണ്. സ്വന്തമായി ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകും. അതേപോലെ ജോലിയില്ല ഒരുപാട് നാളുകളായി അലയുന്ന ആളുകൾക്ക് പോലും ഈ ഒരു സമയം നിങ്ങളുടെ പോക്കറ്റിൽ പണം വന്നു ചേരേണ്ട സമയമാണ്. അതായത് നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് യഥാവിധി നിങ്ങളിലേക്കൊക്കെ എത്തേണ്ട ഒരു സമയം കൂടിയാണ്. ആസ്തി വർദ്ധിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2026 കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അല്പം ഭൂമിയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ നേട്ടകരമായ 10 പേര് കണ്ടാൽ മതിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ളൊരു യോഗം ഉണ്ടാകും. ജോലി സംബന്ധമായിട്ട് വിദേശയാത്രാ ഭാഗ്യം കൂടി തെളിയുന്നുണ്ട്. അപ്പോൾ വിദേശയാത്ര എന്ന സ്വപ്നവുമായി ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. കാരണം ഒരു കാര്യം ശരിയാകുമ്പോൾ മറ്റൊന്ന് തെറ്റും. കാരണം നിങ്ങളുടെ സമയം ശരിയായി വന്നിട്ടില്ല പോകുന്നതിന്. കടൽ കടന്ന് പോവുക എന്നൊരു നിസ്സാര കാര്യമല്ല. ഇന്നത്തെ കാലത്ത് യാത്രകൾ, വിമാനം ഇതൊക്കെ ഏവർക്കും പറ്റുന്ന കാര്യമാണ്. എങ്കിലും വിദേശ ധന സമ്പാദനം എന്നത് ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ സാധിക്കൂ. കടൽ ചില പോയിട്ട് അതേ കോഴ്സ് തിരിച്ചു വന്ന ഒരുപാട് ആളുകളെയും നമുക്കറിയാവുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് സ്ഥിരമായി സ്ഥായിയായി ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നിലവാരം കെട്ടിപ്പടുത്തെടുക്കുക എന്നത് ആ യഥാവിധി സമയത്ത് മാത്രം നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ ഈ ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കാത്തിരിപ്പ് ഫലമാകാൻ പോവുകയാണ്. വിഫലമല്ല, ഫലമാകാൻ പോകുന്ന ഒരു സമയം തുടങ്ങുന്നു.
അതുകൊണ്ട് തന്നെ ഭാഗ്യമായ ഒരു വർഷമാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കടക്കേണ്ട ഒരു സമയം വരികയാണ്. ഗജലക്ഷ്മി രാജയോഗം. ഇരു കൈകളും നീട്ടി ആ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് സ്വീകരിക്കാനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഈ പറയുന്ന വാക്കുകൾ വെറുതെ ആകില്ല. എപ്പോഴും പറയാറുണ്ട്, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അത് വിശ്വാസത്തോട് കേൾക്കുക. ഇതൊന്നും നടക്കത്തില്ല, എന്തെങ്കിലും ആവട്ടെ, വെറുതെ ഇവർ പറയുക, ചാനൽ റീച്ച് കൂടാൻ വേണ്ടി പറയുന്ന ഒരു ചിന്തയിൽ കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഈ ഓരോ മാറ്റങ്ങളും വരുന്നത് നിങ്ങൾ അറിയണം, നിങ്ങളിലേക്ക് എത്തണം എന്നതിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെയായിരിക്കും അത് ഗുണവും ഭാഗ്യവുമായി വന്നു ചേരുന്നത് എന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കൂ. ഇവിടെ എല്ലാ രാശിക്കാർക്കും ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ ഗ്രഹ സംയോഗങ്ങളും നടക്കുമ്പോൾ ഫലങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ചില 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്കായിരിക്കും ചിലപ്പോൾ ഗുണകരമായ ഫലങ്ങൾ വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ഈ ഗജലക്ഷ്മി രാജയോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ രാജയോഗം അങ്ങനെ തുടങ്ങി ഗജകേസരി യോഗത്തോട് ഒരുപാട് യോഗങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026. അതോ എല്ലാവർക്കും അതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുമില്ല. ഇവിടെ പക്ഷേ ഭാഗ്യശാലികളായ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരുടെ തലവര തെളിയുകയാണ് വരുന്ന ജനുവരി 16 മുതൽ. അപ്പോൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കൂ. പ്രതീക്ഷ ഇതൊന്നും കൈവിടാതെ ഇനിയും പ്രാർത്ഥനയോടുകൂടി ഇരിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിത ശൈലി, ഒരു രീതിയിലേക്ക്, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ജീവിതത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ധൈര്യമായി പ്രാർത്ഥനയോടുകൂടി അതോടൊപ്പം അതിലുപരിയായി പ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോവുക.